അങ്ങനെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങി യുദ്ധം. സമയം 6 മണി കഴിഞ്ഞു. ഞാൻ നോർമലി തലേദിവസമെല്ലാം കട്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്നിങ്ങനെ നോക്കി നിൽക്കും. നല്ല ക്ലൈമറ്റും നല്ല വ്യൂ. എൻ്റെ കൂടെ എക്കുസും ജോയിൻ ചെയ്യും സ്നാക്സൊക്കെ എടുത്ത് വെക്കാനായിട്ടോ. എന്നിട്ട് പുള്ളിയും കൂടെ കഴിക്കും. ഇതാ പോകുന്നത്. പിള്ളേരെല്ലാം പെട്ടെന്ന് റെഡിയായി. അവരെല്ലാം തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടോ. കഴിഞ്ഞ വർഷം വരെ ഞങ്ങളായിരുന്നു എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. ഇന്ന് തന്നെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്, പക്ഷെ ഒരു സങ്കടവും. പിള്ളേർ എത്ര പെട്ടെന്ന് വലുതായെന്ന് ഓർക്കുമ്പോൾ വലുതാകണ്ടായിരുന്നു എന്ന് തോന്നും. ഞാൻ പിന്നെ കുക്കിംഗ് എല്ലാം തലേദിവസം അരച്ച് വെക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആട്ടോ. കാരണം എനിക്ക് ഈ ഹറിബറി ഒന്നും പറ്റത്തില്ല. എനിക്ക് റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യണം. ഞാൻ അതുകൊണ്ട് രാവിലെ അങ്ങനെ ആരും കിച്ചണിൽ കയറ്റത്തുമില്ല. മക്കൾക്ക് ചെറിയൊരു ഇൻസ്ട്രക്ഷനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ എന്താ ഉണ്ടാക്കിയെന്നറിയോ? മണിപ്പുട്ടും കടല റോസ്റ്റും. തലേദിവസം തരും എനിക്ക് ലിസ്റ്റ്, നാളെ ഇന്നത് വേണം അമ്മ എന്ന് പറഞ്ഞിട്ട്. ഈ ചെയ്യുന്നത് ചെറുതിലേ തുടങ്ങിയ കേട്ടോ. ക്ലീൻ ഫിലിം വെച്ചിട്ട് തന്നെ റാപ്പ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുക. പിന്നെ ദുആ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് തന്നെ. ഞങ്ങൾ എവിടെ പോയാലും ദുആ ചെയ്തിട്ടേ ഇറങ്ങാറുള്ളൂ കേട്ടോ. പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് അവരിറങ്ങിയ സമയത്ത് ഞാൻ വേഗം പോയി റെഡി ആയിട്ടൊക്കെ വന്നു കേട്ടോ. ചെറിയ മമ്മയുടെ കറക്ഷനാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പോകുന്ന വഴിക്ക് ഞാൻ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അവരത് കേട്ട് മടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾ ബിഗ് ബോയ്സ് ആയി മമ്മ പ്ലീസ് എന്ന്. പോകുന്ന വഴിക്ക് ഒരാളൂടെ ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയത്തിയുടെ മോളാണ്. ഓക്കെ ഓക്കെ. എന്തേ കാണിച്ച്? ഞങ്ങളുടെ മൈക്കിൾ ജാക്സൺ ആണ് കേട്ടോ ആൾ. കുട്ടിക്കുറുമ്പി. ഇന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും പുള്ളിയുടെ. അങ്ങനെ സംസാരിച്ച് സ്കൂൾ എത്തിയെന്ന് അറിഞ്ഞില്ല. പിള്ളേരെ നേരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നേരെ വന്നു. ഞങ്ങളിന്ന് കുറച്ച് നേരത്തെയാണ്. കാരണം ഇന്ന് അവർ ഭയങ്കര എക്സൈറ്റഡുമാണ് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത് പോകുന്ന സ്ഥലമാണ് ഞങ്ങളുടെ മെയിൻ സ്പോട്ട്, ലിറ്റിൽ ഷെഫ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിവിടെ സ്നാക്സ് കഴിക്കാൻ എന്നും വരും കേട്ടോ. മക്കളെ ഡ്രോപ്പ് ചെയ്യുക, then ഇവിടെയാണ് ഞങ്ങളുടെ അറ്റൻഡൻസ്. പൊറ്റക്കുഴിയിലാണ് സ്ഥലം വരുന്നത് കേട്ടോ. നല്ല അടിപൊളി സ്നാക്സാണ്. ഇവിടെ നിന്ന് സ്ഥിരം എനിക്കൊരു കോട്ടയുണ്ട്. എന്താണെന്നറിയോ? ഇതാ വരുന്നുണ്ട്. നല്ല ചൂട് പഴംപൊരിയും കടുംചായയും ഇവിടെ നിന്ന് കുടിച്ചിട്ടാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളും വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണേ.